everyone, welcome back to my channel. So ഇന്നും ഒരു ബാക്ക് പാക്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്കൈ ബാഗ്സിൻ്റെ ഒരു ബാക്ക് പാക്ക് ആണ്. അപ്പോൾ ഈ ഒരു ബാക്ക് പാക്കിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പിങ്ക് ഗ്രാഫിക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെയും ഒരു ഗ്രാഫിക് ഡിസൈൻ പ്രിൻ്റാണ് ഈ ഒരു ബാഗിന് ഓവറോൾ ആയിട്ട് വരുന്നത്. അതൊരു അടിപൊളി സ്റ്റൈൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ബാക്ക് പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് പാക്കാണ്. അതായത് ഓവറോൾ ഒരു 3 മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഈ ഒരു ബാഗിന് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാഷ് പോക്കറ്റ്സ് ഉണ്ട്. നമ്മുടെ ഫോൺസ് വെക്കാനും കീസ് വെക്കാനും അതേപോലെ എന്താ പറയുക, അത്യാവശ്യം കുറേ ലാർജ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ക്യാമറാസ് വേണേലും പോർട്ടബിൾ ആയിട്ടുള്ള എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം ഒരു വീക്കെൻഡ് ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു ബാക്ക് പാക്ക് തന്നെയാണിത്. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ലാപ്ടോപ്പ് ക്യാരി ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ബാഗ് ചൂസ് ചെയ്യാം. കാരണം ലാപ്ടോപ്പ് വേണേലും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് ആദ്യത്തെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. എന്താ പറയുക, സ്റ്റിച്ചഡ് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. നല്ല പോലെ സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ വരുന്നത്. പോളിസ്റ്റർ ആണെങ്കിൽ കൂടിയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയലാണ് ഈ ഒരു ബാഗിന് വരുന്നത്. ഒരു 5-6 ദിവസത്തെ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഫുൾ ഡ്രസ്സ് ഐറ്റംസും മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോണിക് ഐറ്റംസും അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാഗ്സിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ലാപ്ടോപ്സൊക്കെ നമുക്കിതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ഹാൻഡിൽ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എർഗോണോമിക് ആയിട്ടുള്ള പാഡഡ് ആയിട്ടുള്ള ഷോൾഡർ സ്ട്രാപ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2890 റുപ്പീസാണ്. പക്ഷേ എനിക്കിത് ഓഫറിന് റിഡക്ഷനിലാണ് കിട്ടിയത്. നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിങ്ക് മയാണ് ഈ ഒരു ബാഗിന് വരുന്നത്. പിന്നെ നല്ല പാഡഡ് ആയിട്ടുള്ള ഷോൾഡർ സ്ട്രാപ്സ് തന്നെയാണ്. അപ്പോൾ ഓവർലോഡ് ആണെങ്കിലും ഫുള്ളി ലോഡ് ആണെങ്കിലൊക്കെ കൂടിയും നമുക്ക് അങ്ങനെ നമ്മുടെ ഷോൾഡറിന് ആ ഒരു ഓവർലോഡ് അങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ എയർ മെഷ് ആയിട്ടുള്ള ബാക്കാണ് ഈ ഒരു ബാഗിന് വരുന്നത്. അതായത് പാഡഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ക്യാരി ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിനോ അല്ലെങ്കിൽ ബാക്കിനോ അങ്ങനെ ഒരു പെയിൻ വരില്ല. കാരണം നല്ലപോലെ പാഡഡ് ആയിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ സ്ട്രാപ്പ് ആണെങ്കിലും നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. 1 ഇയർ വാറണ്ടിയാണ് സ്കൈ ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയൊരു എന്താ പറയുക, റെയിൻ കവർ കൂടിയുണ്ട്. പെട്ടെന്നൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാഗ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടിയിൽ ഇങ്ങനെ ഒരു സിബ് തുറന്നു കഴിഞ്ഞാൽ റെയിൻ കവർ അവൈലബിൾ ആയിരിക്കും. 24 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ 35 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഡെപ്ത് എന്ന് പറയുമ്പം 49 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു ബാഗിൻ്റെ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 to 30 ലിറ്റേഴ്സ് വരെ നമുക്ക് ഈ ഒരു ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റെയിൻ കവർ തന്നെയാണ്. ഇങ്ങനൊരു സ്ട്രിങ്ങും കൂടി അവർ തരുന്നുണ്ട് ബാഗിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ബാഗ് കംപ്ലീറ്റ്ലി മഴക്കാലത്ത് കവർ ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഉള്ളിലുള്ള ഒരു കാര്യങ്ങളും അങ്ങനെ നനയാത്ത രീതിയിൽ നമുക്കിത് കെയർ ചെയ്യാനും പറ്റും. പിന്നെ ഈ ബാഗിൻ്റെ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ളൊരു നീറ്റ് ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മുടെ അഡീഷണൽ ആയിട്ട് എമർജൻസി ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ക്വിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സൈഡ്സിൽ സ്റ്റാഷ് പോക്കറ്റ്സ് ഉണ്ട്. അതായത് സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. നമുക്ക് ബോട്ടിൽ വേണേലും അംബ്രല്ല വേണേലും കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യമുള്ള എന്ത് കാര്യം വേണേലും കീപ്പ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പോക്കറ്റ്സ് 2 സൈഡിലും ഉണ്ട്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി വൈസും ഫീച്ചർ വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഒരു ബാക്ക് പാക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ബോത്ത് ട്രാവലിന് വേണ്ടിയിട്ട് നോക്കുവാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം. എൻഡ് സ്ക്രീനിലും ഐ ബട്ടണിലും ഞാൻ കുറേ പ്ലേലിസ്റ്റുകളും അതേപോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.